പ്രിയപ്പെട്ട അധ്യക്ഷൻ സഖാവ് ലോകിത ഷെട്ടൻ, ഈ റാലിയും പൊതുസമ്മേളനവും ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്ന പ്രിയപ്പെട്ട തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ അധ്യക്ഷൻ ഡേവിസ് മാസ്റ്റർ, വേദിയിൽ മറ്റു ഉപവിഷ്ടരായിരിക്കുന്ന കെ അനിൽകുമാർ ഉൾപ്പെടെ ജോബി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാക്കളെ, നല്ലവരായ എൻ്റെ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, വോട്ടർമാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തെ ഒരു തുടർ ഭരണമാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ നാട്ടിക നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന എന്നെ, അരിവാൾ ധാന്യക്കതിരിൽ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം നാട്ടികയുടെ ഒരു തുടർ വികസനവും കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തുടരേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് യാഥാർത്ഥ്യങ്ങൾ ഈ പൊതുയോഗങ്ങളിൽ പ്രിയപ്പെട്ട വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, സത്യസന്ധവും നീതിപൂർണവുമായിട്ടുള്ള കേരളത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള വികസനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. കേരള സംസ്ഥാനത്തിൻ്റെ പിണറായി സർക്കാർ കേരളത്തിൻ്റെ ജനങ്ങളുടെ സമസ്ത മേഖലകൾ തൊട്ടറിഞ്ഞുകൊണ്ട്, ജീവിതത്തിൻ്റെ അടിത്തട്ടറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷം 10 വർഷം കേരളം ഭരിച്ചു പിന്നിട്ടു. പറയാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട് എൻ്റെ പ്രിയ വോട്ടർമാർ. ഈ വോട്ടർമാരും ഈ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കും അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമാണ് 65 വയസ്സ് കഴിഞ്ഞാൽ അവരെ പെൻഷൻ കൊടുത്ത് സഹായിക്കാമെന്നുള്ളത്. ആ പെൻഷൻ കൊടുക്കുന്ന ഒരു കാലം കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ പ്രതിപക്ഷത്താണ്. പ്രിയമുള്ളവരെ, 600 രൂപ പെൻഷൻ ഉള്ളത് ഇപ്പോൾ 2000 രൂപയാക്കി ഈ സർക്കാർ. വിഷു ഈസ്റ്റർ വരുന്ന ദിനങ്ങളിൽ വിഷു സംക്രാന്തി ഉണ്ണാൻ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് 2000 രൂപ മാസ പെൻഷൻ ഉള്ളത് 2 മാസത്തെ പെൻഷൻ ഒറ്റ തവണയായി 4000 രൂപ പാവപ്പെട്ടവൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുത്ത സർക്കാരാണ്. ആ സർക്കാരിൻ്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. വീട്ടിലിരിക്കുന്ന തൊഴിലില്ലാത്ത സ്ത്രീകൾക്ക്, അത് 35 വയസ്സിന് മുകളിലുള്ളവർക്ക്, അവർക്ക് ചെറിയൊരു സാമ്പത്തിക സഹായം പെൻഷൻ 1000 രൂപ യുവതികൾക്കായി സമാഹരിച്ച, അല്ലെങ്കിൽ അവർ അക്കൗണ്ടിലേക്ക് സമർപ്പിച്ച സർക്കാർ. കേരളത്തിൻ്റെ പ്രളയത്തിലും പേമാരിയിലും കോവിഡിലും ഏത് ദുരന്തത്തെയും അഭിമുഖീകരിച്ച ഈ സർക്കാർ നിസ്വാർത്ഥമായി ഈ കേരള ജനതയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച സർക്കാർ. അതിൽ 5 പഞ്ചായത്തുകൾ വെള്ളത്തിനടിയിലായി ദുരിതം അനുഭവിക്കുമ്പോൾ, എട്ടുമനയിലെയും കരിവന്നൂരിലെയും ബണ്ടുകൾ തകർന്ന് ജനജീവിതം ദുസ്സഹമായപ്പോൾ ഈ സർക്കാർ ഈ മണ്ഡലത്തെ ചേർത്ത് നിർത്തി. ആ സർക്കാരിൻ്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. കരിവന്നൂരിൽ പുതിയ പാലം വേണം, എട്ടുമനയിൽ പുതിയ തടയണ ഷട്ടർ ഇടണം. ഇത് രണ്ടും യാഥാർത്ഥ്യമാക്കിയ സർക്കാർ. റോഡുകളെല്ലാം തകർന്നു, വീടുകളെല്ലാം തകർന്നു. നവകേരള സൃഷ്ടിയിൽ ലൈഫ് മിഷനിലൂടെ ഈ കേരളത്തെ തിരിച്ചു കൊണ്ടുവന്ന സർക്കാർ. എത്രമാത്രം സമാനതകളില്ലാതെ ഈ കേരളത്തെ ഒരു നവകേരള സൃഷ്ടിക്കായി മുന്നോട്ട് വന്നപ്പോൾ ഈ കേരളം ഒന്നടങ്കം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ സർക്കാരിൻ്റെ സമഗ്ര പുരോഗതിയിലേക്ക് ഈ കേരളത്തെ ഉയർത്തിപ്പിടിക്കാൻ കേരളത്തിന്റെ ക്യാപ്റ്റനായ സഖാവ് പിണറായി വിജയന് കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ സഖാക്കളെ, ഇത് ജനങ്ങളുടെ മുന്നിൽ പറയാൻ ഒരു അവസരം ഇപ്പോൾ കിട്ടിയപ്പോൾ
ജനങ്ങളത് തിരിച്ചറിയുന്നു എന്ന യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിൽ കാണും. സമാനതകളില്ലാത്ത നാട്ടിയുടെ തുടർ വികസനത്തിനെ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിന് ഈ സർക്കാർ വന്നേ പറ്റൂ. പ്രളയത്തിലും പേമാരിയിലും ഈ നാട്ടിയുടെ 5 പഞ്ചായത്തുകൾ വെള്ളത്തിനടിയിലായപ്പോൾ 3 പതിറ്റാണ്ടുകളിലായി എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നെഞ്ചിൽ കൈവച്ച് എനിക്ക് അപേക്ഷിച്ചതെല്ലാം ഈ മണ്ഡലത്തിനെ നേടിത്തന്ന സർക്കാർ. നാട്ടിയിൽ ഒരു ഫയർ സ്റ്റേഷനും ആർടി ഓഫീസ്, കുഞ്ഞുണ്ണി മാഷിന്റെ സ്മാരകം, സ്കൂളുകളിലെ മാറ്റം നിങ്ങൾ നോക്കണം. ഗവൺമെന്റ് സ്കൂൾ ചേർപ്പിന്റെ മുഖച്ഛായ, ആശുപത്രികളുടെ മുഖച്ഛായ, 4.5 ലക്ഷം വിദ്യാർത്ഥികൾ പൊതുമേഖലാ വിദ്യാലയങ്ങളിൽ കയറിക്കൂടിയ സംഭവം, സമയത്തിന് ഉച്ചഭക്ഷണം, സമയത്തിന് യൂണിഫോം, അടുത്ത വർഷത്തേക്ക് പഠിക്കാനുള്ള പുസ്തകം പോലും സർക്കാർ കൊടുത്തിട്ട് കുട്ടികളെ സ്കൂൾ അടച്ച് പറഞ്ഞു വിട്ടത്. മാതൃകാപരമായി കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് തുടർ ഭരണത്തിലേക്ക് വരുന്നത് ഭയപ്പാടോടുകൂടി കാണുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ ഈ ഗവൺമെന്റിനെ ഭയപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് സഖാക്കളെ, പ്രിയപ്പെട്ട വോട്ടർമാരെ, ഈ കേരളത്തിന്റെ ഭരണ തുടർച്ചയ്ക്കും നാട്ടിയുടെ ജനക്ഷേമ വികസനങ്ങൾക്കും തുടർന്നു വരാൻ നിങ്ങളിലൂടെ ആഗ്രഹിക്കുന്നു ഈ മണ്ഡലം. അതുകൊണ്ട് ബാലറ്റ് പേപ്പറിൽ 1ാമത്തെ ചിഹ്നമായ അരിവാൾ ധാന്യക്കതിർ ചിഹ്നത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകിക്കൊണ്ട് ഈ മണ്ഡലം ഈ സർക്കാരിന് വേണ്ടി ശക്തി പകരാൻ ഒരിക്കൽ കൂടി നിങ്ങൾ വിജയിപ്പിക്കാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റാലിയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്ത മുഴുവൻ എൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാക്കൾക്കും വോട്ടർമാർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. അഭിവാദ്യങ്ങൾ.